ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണ 210 റിയർ ഡിസ്ക് ബ്രേക്ക് പേഡ് റീപ്ലേസ് ചെയ്യാണ്. കണ്ടോ, ഇത് കംപ്ലീറ്റ് ഒരഞ്ഞ് ഫുള്ള് തീർന്നതാണ്. അതെങ്ങനെ നമുക്ക് നോക്കി മനസ്സിലാക്കാം, തീരാനായതാണോ, ഡിസ്ക് പേഡ് ചേഞ്ച് ചെയ്യാനൊക്കെ അയക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ, ഡിസ്ക് പേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലൊന്ന് ഫുള്ള് ഫിറ്റ് ചെയ്യാനൊക്കെ പറ്റുമോ, അതുകൊണ്ട് നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ബജാജ് 220 റിയർ ഡിസ്ക് പേഡാണ് മാറ്റുന്നത്. അതുകൊണ്ട് ഇത് കസ്റ്റമർ പറഞ്ഞതെന്ന് വെച്ചാൽ റണ്ണിങ്ങിൽ ഒരു ടൈൽസ് മുറിക്കുന്നതായിട്ട് സൗണ്ട് ഉണ്ട് എന്നാണ്. ഫ്രണ്ടത്തെ ഡിസ്ക് പേഡ് പോയാലും ഇതേ സൗണ്ട് എന്നാണ് വരിക, ടൈൽസ് ഒരു കിരി എന്നുള്ള സൗണ്ട് വരും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ ഡിസ്ക് പേഡ് കണ്ടില്ല, ഒരു കട്ടിങ് മുകളിലത്തെ അതേ സെയിം കട്ടിങ് ആണ് താഴോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഡിസ്ക് പേഡ് തീർന്നിട്ടാണ്. അതിൻ്റെ അല്ലാതെ ഞാൻ കാണിച്ചു തരാം, ചെറിയ കട്ടിങ് വരും പുതിയ ഡിസ്ക് പേഡ് ഇടുമ്പോൾ. ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ല, അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഡിസ്ക് പേഡ് തീർന്നിട്ടും ഇങ്ങനെ ഓടിയാലൊക്കെ നമ്മളെ ഡിസ്ക് പ്ലേറ്റൊക്കെ തേയ്മാനം വരും. അതുകൊണ്ട് പിന്നെ അതൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഡിസ്ക് പേഡ് അയക്കാൻ ഫസ്റ്റ് നമ്മളൊരു പിന്ന് അയച്ചെടുക്കുന്നുണ്ട്. ഒരു ഫസ്റ്റ് കണ്ടില്ലേ, പ്ലെയർ ഉപയോഗിച്ചിട്ട് ആ പിന്ന് ഊരിയിട്ട് നേരെ ഇങ്ങോട്ട് വലിച്ചിട്ട് ആ ഒരു പിന്നും കൂടി ലോക്ക് ഉണ്ടാവും. അങ്ങോട്ട് ഊരിയെടുത്താൽ ചിലത് രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ, ഒന്നോ ഇന്ത്യമില്ലല്ലോ, രണ്ടെണ്ണം ഉണ്ടാവും. രണ്ട് പിന്ന് ഊരിയാൽ നമുക്ക് പിന്നെ ലോക്ക് ഊരിയാൽ പിന്നെ അങ്ങോട്ട് സിമ്പിളായിട്ട് ഊരിയെടുക്കും. അതിന് ശേഷം ഈ ഡിസ്ക് പേഡ് നമുക്ക് കൈയോട് ഇങ്ങോട്ട് വലിച്ചാൽ ഊരും, ഇങ്ങോട്ട് പുറത്തേ വലിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു പ്ലെയർ ഉപയോഗിച്ചാലോ സിമ്പിളായിട്ട് ഇങ്ങോട്ട് കിട്ടും. ചിലത് നല്ല ഫുള്ള് തീർന്നിട്ട് ഇരുമ്പൊക്കെ വരഞ്ഞ ആ ലെവലിലൊക്കെ എത്തിക്കുന്നെങ്കിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പേഡിൻ്റെ അവിടെ തള്ളി കൊടുക്കണം. കണ്ടോ, ചിലതിങ്ങനെ റിട്ടേൺ തിരിച്ചാലെന്ന് നമ്മളെ കൈയോട് പോരും. അങ്ങനെ പോരാത്തത് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഉള്ളോട്ട് തള്ളി കൊടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഡിസ്ക് പേഡ് ഊരിയെടുക്കാം. കണ്ടോ, ഈ ഡിസ്ക് പേഡ് ഇത്രയും ടൈറ്റായി കിടക്കുന്നത് വെച്ചാൽ കംപ്ലീറ്റ് കണ്ടില്ലേ, ആ ഒരു ഇരുമ്പ് ഡിസ്കിൻ്റെ പേഡിൻ്റെ ആ ഒരു ബ്രേക്കിൻ്റെ ആ ഒരു മെറ്റൽ തീർന്നിട്ട് ഇരുമ്പ് വരെ ഡിസ്ക് പ്ലേറ്റുമ്പോൾ വരുത്തിക്കുന്നത്. അന്ന് ഇത്ര ഒന്നും ആവാൻ നിങ്ങൾ നിൽക്കിയത്, അതിൻ്റെ മുന്നേ പെട്ടെന്ന് മാറ്റി കൊടുക്കുക. ഇങ്ങനെ ഓടിയാൽ ഡിസ്ക് പ്ലേറ്റും കൂടി കംപ്ലയിൻറ്റ് വന്നിട്ട് അതും കൂടി മാറ്റി കൊടുക്കണം. 1000 സംതിങ് റുപ്യ വരുന്ന ഡിസ്ക് പ്ലേറ്റിന് ഉണ്ടോ. അതുകൊണ്ട് ഇത് ഫുള്ള് തീരുന്നതിന് മുന്നേ ആ ഒരു കട്ടിങ് കണ്ടില്ലേ, ആ ഒരു കട്ടിങ് വരും, ആ ഒരു മെറ്റലിൻ്റെ പുറത്തേക്കില്ല. കട്ടിങ് തീരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഡിസ്ക് പിന്നെ പേഡ് മാറ്റി കൊടുക്കുക. ഈ ഒരു പേഡിന് അതിനകത്ത് റേറ്റ് ഒന്നും വരുന്നില്ല, ഒരു 180 രൂപ റേഞ്ചോ വരുന്നുള്ളൂ. നമ്മൾ എസ്കേൻ്റെ ആണ് സാധാരണ വെച്ച് കൊടുക്കൽ, അല്ലെങ്കിൽ പൾസറിൻ്റെനും അതേ പോയിക്കും അതേ റേഞ്ചൊന്നും വരുന്നുള്ളൂ. നമ്മൾ കൂടുതൽ എസ്കേനതിന് ശേഷം നമ്മൾ അതിന് ഉള്ളിലൊരു പിസ്റ്റണ് വരും. ഈ ഒരു ഡിസ്ക് പേഡിനെ തള്ളുന്നില്ല, കാലിവർ പിസ്റ്റൺ വരും. ആ പിസ്റ്റണ് നമുക്ക് ഉള്ളോട്ട് ഫുള്ള് പ്രസ് ചെയ്യണം. ഉള്ളോട്ട് പ്രസ് ചെയ്താൽ നമുക്ക് പുതിയ ഡിസ്ക് പേഡ് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഫിറ്റായി നിൽക്കും. ഇത് നമ്മൾ തേഞ്ഞതിനനുസരിച്ച് ഈ ഡിസ്ക് ഈ ഒരു പിസ്റ്റൺ ഉള്ളോട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരികയാണ്. അന്നിപ്പോൾ കുറച്ച് തീരുന്നതെന്ന് വെച്ചാൽ കണ്ടോ, ആ ഒരു പിസ്റ്റൺ ഫുള്ള് ഉള്ളോട്ട് തള്ളാണ് നമ്മൾ പുതിയ ഡിസ്ക് പേഡ് ഫിറ്റ് ചെയ്യുമ്പോൾ. അന്നപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കറക്റ്റായിട്ട് തിക്കിയാലും തിങ്ങിപ്പോകും. പിന്നെ ചെറുങ്ങനൊന്ന് ഇങ്ങോട്ട് നീക്കിയതിന് ശേഷം നമുക്ക് ഒരു പ്ലെയർ വെച്ചിട്ട് റിഞ്ച് പ്ലെയർ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഉള്ളോട് കയറി കിട്ടുന്നുണ്ടോ. അല്ലാണ്ടൊന്ന് കയറുന്നുണ്ട്, പക്ഷേ ചില നല്ല ടൈറ്റൊക്കെ ഉണ്ട്, WD-40 ഒക്കെ അടിച്ചിട്ട് സ്മൂത്താക്കി എടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു കാലിപ്പറിൻ്റെ പിസ്റ്റൺ ഉള്ളോട് കയറാൻ പ്രയാസമായിരിക്കും. എന്നുവെച്ചാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് പുതിയ ഡിസ്ക് പേഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ പിന്നെ നമ്മൾ നോക്കേണ്ടത് വിചാരിച്ചാൽ ഈ ഒരു കാലിപ്പർ ഫ്രീ ആണോ നോക്കണം, ബാക്കോട്ടും മുന്നോട്ടും നീങ്ങുന്നുണ്ടോ നോക്കണം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഡിസ്ക് പേഡ് എസ്കേൻ്റെ 180 രൂപ റേഞ്ചാണ് വരുന്നത്, 160 രൂപ അങ്ങനത്തെ വരുന്നുള്ളൂ. 180 MRP. ഈ ഒരു ഡിസ്ക് പേഡ് കണ്ടാൽ എന്നറിയാം, അതിൻ്റെ ഒരു മെറ്റലും മറ്റേത് തീർന്നതിൻ്റെതും കണ്ടോ, രണ്ടും ഡിഫറെൻ്റ് കണ്ടില്ലേ. അത്രയും കട്ടിങ് തീർന്നു പോയിട്ടാണ് നമ്മൾ ഇരുമ്പ് ആ ഒരു ഡിസ്ക് മെറ്റൽ കഴിഞ്ഞതിന് ശേഷം പ്ലേറ്റുമ്പോൾ പിടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാണ്ടെന്തെങ്കിലും കണ്ടോ, ആ ഒരു കട്ടിങ്ങിൻ്റെ പുറത്തേക്കായിരിക്കും ഒരു മെറ്റൽ ഉണ്ടാവും. അതുകൊണ്ട് അത് തീരുമ്പോൾ ഏകദേശം നമുക്ക് നോക്കിയാൽ ഏതൊരു ഡിസ്ക് ബ്രേക്കുമ്പോൾ നോക്കിയാൽ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. അന്നിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പിന്നെ മാറ്റാനായി നമുക്ക് നോക്കാം. അതുകൊണ്ട് ആ കാര്യങ്ങൾ നോക്കുക. അതിന് ശേഷം ഇത് പിന്നെ UG4 പിന്നെ ആ ഒരു ടൈപ്പിൽ വരുന്നവരാണ്. ഇത് BS6 ഒക്കെ വ്യത്യാസമുണ്ട് ഡിസ്ക് പേഡ് രണ്ടും. പിന്നെ ചെറിയ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് ഡിസ്ക് ബ്രേക്ക് പേഡ് മാറ്റുമ്പോൾ ഈ പഴയ പേഡും കൊണ്ടുപോകാം. 2-3 ടൈപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പേഡ് തന്നെ വാങ്ങി ഫിറ്റ് ചെയ്താലോ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോൾ ഫിറ്റാവും. അതിന് ശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ അവർ നമ്മൾ അയച്ചെടുത്തൊരു പിന്നില്ല, പിന്നെ അവനെ കാലിബർ ഒന്ന് ഇളക്കി നോക്കണം, താഴോട്ടും മുകളിലോട്ടും ഫ്രീ ആണോന്ന്, അല്ലെങ്കിൽ ഡിസ്ക് ടൈറ്റ് ആകാനൊക്കെ സാധ്യതയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. അതിന് ശേഷം നമുക്ക് അയച്ചൊരു പിന്ന് നമുക്ക് ആ ഒരു ഹോൾസ് കൂടെ അയച്ച പോലെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതിൻ്റെ ലെവലിൽ ഫിക്സ് ചെയ്താൽ നമ്മൾ ഡിസ്ക് പേഡ് ഫിറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇത്രയും സിമ്പിളാണ്.
ഇപ്പോൾ ഒന്നിന് ശേഷം നമുക്കൊരു അയച്ചെടുത്തൊരു പിന്നും ഫിറ്റ് ചെയ്താൽ ഡിസ്ക് ബ്രേക്ക് ക്ലിയർ ആയി. എന്നിട്ട് നമ്മൾ ബ്രേക്ക് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റായി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ എന്താണ് നമ്മളെ ഫ്രണ്ട് ഡിസ്ക് ബോർഡ് മാറ്റുന്നതും വലിയ മാറ്റമൊന്നുമില്ല. അത് അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തോ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.